വയനാട്ടിലെ സാഹചര്യം അതീവ ഗുരുതരമെന്ന് രാഹുൽ ഗാന്ധി. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് രാഹുൽ വിമർശിച്ചു. പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ചയുണ്ട്. മെഡിക്കൽ കോളേജ് സജ്ജമാക്കാൻ എന്താണ് തടസ്സമെന്നും രാഹുൽ ചോദിച്ചു. നഷ്ടപരിഹാരം അടിയന്തരമായി അനുവദിക്കണം. ദ്രുതകർമ്മസേന വിപുലീകരണവും അന്തർ സംസ്ഥാന ഏകീകരണവും വേണം. വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. We've told the administration that they need to pay the compensation quickly and effectively and not delay the compensation that has been happening over the last couple of months. We also suggested to look into setting up and testing an early warning system. They've told us that there is a rapid response team, but it is quite clear that one team is not enough. So we've mentioned to them that they should increase the number of teams. There's a question of interstate cooperation, but it's important that the three states coordinate between each other as far as this issue is concerned. The medical college, which is a critical issue, and I mentioned to the administration today that I don't understand why it is taking so long to develop and build a medical college here. And I've written to the Chief Minister and I would request him again to please expedite this matter. I tried to call the Chief Minister this morning. He is not available, so I'm looking forward to calling him and having this conversation with him. കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച അവലോകന യോഗം ചേർന്നു. വിവരങ്ങളുമായി BS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വയനാട്ടിലെ സാഹചര്യം ഗുരുതരമാണെന്ന് മാത്രമല്ല, വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് കൂടി രാഹുൽ വിമർശിക്കുന്നു. ഒപ്പം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? അദ്ദേഹം സന്ദർശനമെല്ലാം പൂർത്തിയാക്കി മടങ്ങിയോ? ശ്രുതി, അദ്ദേഹം മടങ്ങി. 12:30 അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ട്. 3:30 അദ്ദേഹം അലഹബാദിലെത്തും. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുടുംബത്തിലെ അവരുടെ ഇരകളുമായി, ആ ഇരകളുടെ കുടുംബവുമായി അദ്ദേഹം സംസാരിച്ചു. ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, നാട്ടുകാരുമായി സംസാരിച്ചു. അതിൽ നിന്ന് സമഗ്രമായി തന്നെ വയനാടിൻ്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി ചില ആവശ്യങ്ങൾ ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാരിന് പറ്റിയ വീഴ്ചകളെക്കുറിച്ച് എണ്ണി അദ്ദേഹം പറയുകയുണ്ടായി. അതെല്ലാം പരിഹരിക്കണം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഊന്നിപ്പറഞ്ഞത് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. അദ്ദേഹം അതിശയം പ്രകടിപ്പിച്ചത് എന്താണ് ഇത്ര ചെറിയൊരു വിഷയം, മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ആക്രമിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ മതിയായ ചികിത്സ കൊടുക്കാൻ സജ്ജമാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊരു വലിയ വിഷയം അദ്ദേഹം ഉന്നയിച്ചു. ഇത്ര ചെറിയ വിഷയത്തെ, വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെ എന്തുകൊണ്ട് ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹം അതിശയം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചിട്ടും കിട്ടാത്ത കുടുംബങ്ങളുമായി ഞാൻ സംസാരിച്ചു. അത്തരം കുടുംബങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാര തുക നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. വന്യജീവി ആക്രമണം പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. RRT, ഇപ്പോൾ വയനാട്ട് ജില്ലയിൽ ആകെ 3 ഡിവിഷനുകളുണ്ട്. ഈ 3 ഡിവിഷനുകളായി പ്രവർത്തിക്കുന്ന ഏകമായ RRT സംവിധാനമാണ്. ഈ RRT സംവിധാനം വിപുലീകരിക്കണം എന്നാവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ, ഈ RRT ഒക്കെ പറയുന്നത് വളരെ ബേസിക്കായ വിഷയങ്ങളാണ്. അത്തരം ബേസിക്കായ വിഷയങ്ങൾ മുതൽ നഷ്ടപരിഹാര തുകയും മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ സമഗ്രമായ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. സംസ്ഥാന സർക്കാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. കാരണം സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഇക്കാര്യം ആവശ്യപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാനല്ല വന്നത്, ഞാൻ വയനാടിൻ്റെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര താൽക്കാലികമായി വിരാമമിട്ടുകൊണ്ട് വയനാട്ടിലേക്ക് തിരിച്ചത്. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വയനാടിന്റെ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് BS രഞ്ജിത്ത് നൽകിയത്.